ഇപ്പൊ വരാം. നേരെ ഉച്ചയായാലും ചായന്റെ വെള്ളം ചൂടാവില്ല ഇവിടെ. ഇത്തൈമ സുബേ ബാങ്ക് വിളിച്ചിട്ട് മണിക്കൂർ എത്ര കഴിഞ്ഞ്? നീ ചായ ആയില്ലേ? പൊടി ഇട്ടാ മതി. ചായ ഇട്ടാ ഞാൻ ആ പെമ്പറന്നോള് കിടന്നോടത്തുനിന്ന് അനങ്ങൂല. ഷക്കീലത്താ, ഷക്കീലത്താ. ഇത്തരം മുറിയിൽ എന്തൊരു തണുപ്പാ. എങ്ങനെ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുക? ആ AC ഒന്ന് ഓഫാക്കിക്ക്. മില്ലിൽ കുത്തി അരി കൊണ്ട് ചീരാക്കഞ്ഞി വെച്ചാ മൂപ്പർക്ക് പിടിക്കൂല. സൗദി അറേബ്യയിലെ ഭക്ഷണ സാധനങ്ങൾ തിന്നും കുടിച്ചും ജീവിച്ചതല്ലേ. അരി നല്ലോണം ചെറുതായിക്കോട്ടെ. ആചാര്യ ഇപ്രാവശ്യം വരുമ്പോ എന്റെ കോയമോന്റെ കാര്യം നിങ്ങൾ മൂപ്പരോട് ഒന്ന് പറയണം. പണ്ടത്തെ കാലം ഒന്നുമല്ല നബീസ. അറബി നാട്ടിൽ പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്നാ കേക്കണേ. 10ാം ക്ലാസ് തോറ്റെങ്കിലും ഓൻ ടൈപ്പടി പാസ്സായതാ. നാളെ അറേബ്യന്ന് വിമാനം കയറി ബോംബെയിൽ ഒന്ന് ഇറങ്ങുന്ന കത്തില്. ബോംബെന്ന് മറ്റന്നാൾ ഉച്ചയ്ക്ക് മൂപ്പരിവിടെ എത്തും. വരട്ടെ. എന്റെ കോയന്റെ കാര്യം ഇപ്രാവശ്യമെങ്കിലും പറഞ്ഞ് ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തേ വരാൻ പാടില്ലേ? ആ മില്ലി കൊണ്ടുപോയി പൊടിക്കാനുള്ള മല്ലി മുളവായത്. അവിടെ തിരക്കാവണതിന് മുമ്പ് അതിന് പൊടിച്ചോണ്ട് പോരും. മറ്റന്നാള് എന്റെ എപ്പോഴാ വരിക? ഉച്ചക്ക്. ആ പിന്നെ നമ്മുടെ മെമ്പർ കുട്ടിമൂസ സാഹിബിനെ കൊണ്ട് ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരാൻ പറയണം. അയാൾക്ക് 100 കൂട്ടം പണി കാണും. ഒരേ ഇറങ്ങിയാ പിന്നെ അയാളെ കണ്ടു കിട്ടൂല. വേഗം ചെല്ല്. നമ്മൾ ഇക്കാക്ക് വരും മെമ്പറോട് പറയണ്ടേ? പറയണ ഒന്ന് കേക്ക് എന്റെ അബ്ദുവേ. സക്കീര അങ്ങാടിന്ന് ഭാഗം വേണ്ട. ഓ വേണ്ടെങ്കിൽ വേണ്ട. അടിമുട്ടി 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 അറിഞ്ഞ? അറിഞ്ഞില്ല. എന്താ ഉണ്ടായി? എന്റിക്കാക്ക് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. മറ്റന്നാളെത്തും. ഇതാ ഇപ്പൊ കാര്യം. ആചാരം മാപ്പിളെ കൊല്ലത്തോട് കൊല്ലം പറഞ്ഞല്ലേ? അതിലെന്താ അത്ര പുതുമ? എന്നാ പുതുമയുള്ളൊരു കാര്യം പറയട്ടെ. പറയേ. അടിമുട്ടിന്റെ തെങ്ങിന്ന് വീഴും. തല പോവും. ഇത്താത്ത പറഞ്ഞയച്ചാ. എന്തിനാ വെല്ലടിച്ച് പഠിക്കാനോ? അല്ല, വേറെ വിവരം പറയാൻ വേണ്ടി. എത്രക്ക് വിവരം സ്റ്റോക്ക് ഉണ്ട് എന്റെ അടുത്ത്? പഞ്ചായത്ത് മുഴുവൻ നടന്ന് പറയാന്. ചേടാ കുരുത്തക്കല്ലിന് കൈയും കാലും വെക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നാലും അതാണിക്ക് ചിലത്തല്ല. എന്റിക്കൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് മറ്റന്നാള്. ഇത്രേ ഉള്ളൂ. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ടോ. ഒന്നങ്ങട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങട്ട്? ഗൾഫിലേക്കോ? അയ്യേ അല്ല, വീട്ടിലേക്ക്. ഓ, ഞാൻ ഏതായാലും ഒന്ന് അങ്ങോട്ട് ഇറങ്ങണമെന്ന് കരുതിയതാ. അതിന് അവൽ സുബൈക്ക് അന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടിയിരുന്നോ? അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. അല്ല മെമ്പറേ, പോണ്ടേ? വൈകിയ കളക്ടർ പോവും. ആയിക്കോട്ടെ മോനെ, തേച്ചതൊന്ന് പിടിച്ചോട്ടെ. ഏത് മന്ത്രിക്കും കളക്ടർക്കും അറിയാം ഡൈ തേച്ചാ പിടിക്കാൻ 1/2 മണിക്കൂർ വേണമെന്ന്. ഇനിയിപ്പോ കളക്ടർ അല്ല മന്ത്രി ആയാലും ശരി, പഞ്ചായത്ത് മെമ്പർ കുട്ടി മൂസ വരച്ച വരന്റെ അപ്പുറം പോവില്ല. നിങ്ങളെ കാര്യം ഒന്ന് റെഡി. ഞാൻ എന്താ വരുന്നേ? ഞാൻ പോട്ടെ എന്നാല്. വേണ്ട, ഇവിടെ കയറി കിടന്നോ. ഞാൻ ഒരു പായ വിട്ടുതരാം. ഞാൻ പോയിക്കോളാം.
ആരാത് അബ്ദു വാവാ നേരെ എത്രയായി? ഇതുവരെ പോയില്ലേ? ക്ലാസ് തുടങ്ങാൻ ഒരു സമയമൊക്കെ ഇല്ലേ അബ്ദുക്ക? വാ അബ്ദു ഇരിക്കെ. ഇക്കാനെ ഈ വഴിക്ക് കണ്ടിട്ട് കുറെ ആയല്ലോ. ഒഴിവില്ല, ഓരോരോ പണികളായിട്ട്. ആ നസീമ, ബാപ്പ വന്നിട്ടുണ്ട്. ആ വിവരം പറയാൻ വന്നാ. എന്നാ? നാളെ ഉച്ചയ്ക്ക് വിമാനത്തില് ബോംബെയിൽ വരും. മറ്റന്നാ ഇവിടെ ഇറങ്ങും. അത് വിമാനത്തില്. ഇരിക്ക് ഇരിക്കേ ഇരിക്കോ ഇരിക്ക്. എന്തൊക്കെ ഉണ്ട് അവിടുത്തെ വിശേഷങ്ങള്? നാളെ നസീമാന്റെ ബാപ്പ വരുന്നുണ്ട്. അൽഹംദുലില്ലാ. അബ്ദു മൂപ്പരുണ്ട് എത്തിയെങ്കിലേ സഫിയാന്റെ കല്യാണക്കാരൻ പറഞ്ഞത് ഒന്ന് തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റന്നാൾ എത്തുമല്ലോ. ഞാൻ പോട്ടെ. ഇരിക്കോ, അനക്കെന്താ അത്ര തിരക്ക്? ചോറ് വെച്ചിട്ട് പോയാ പോരെ? വേണ്ട, പിന്നെ വരാം. നിങ്ങൾ വേഗം അങ്ങോട്ട് എത്തൂലേ? നാളെ. ബിച്ചുവിനോട് നമ്മൾ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. അബ്ദുക്കാക്ക് ഇവിടെ വരണത് വലിയ ഇഷ്ടാ. ഏയ്, എങ്ങോട്ടാ? ഞാൻ അങ്ങോട്ട് കേറി കിടക്കാനായിരിക്കും. സമയം എത്രയെന്നറിയോ മൂപ്പർക്ക്? എന്റെ അല്ലോ, ഇതുപോലത്തെ ഒരു മടിയൻ. വന്ന് വല്ലതും തിന്നു കുടിച്ച് പോയി കിടക്ക്, ഉറങ്ങ്, എന്താ വെച്ചാ ചെയ്. ബാക്കിയുള്ളവർക്ക് വേറെ പണിയുണ്ട്. വരി. മനുഷ്യനെ ദ്രോഹിക്കുന്നതിന്റെ അതിലൊക്കെ ഉണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പേ വിളിച്ചുണർത്തും. ഇന്ന് പാടത്ത് പണിക്കാരൊന്നുമില്ലല്ലോ. അയ്യടാ, പാടത്ത് പണിക്കാരുണ്ടെങ്കിൽ മല മറിക്കും. ദീവിക്കിപ്പോ ബാപ്പ സുൽത്താൻ വരുന്നതിന്റെ ഗമയായിരിക്കും. നസീമ, നമ്മുടെ വീടിന്റെ പടിഞ്ഞാറപ്പുറത്തെ വിൽക്കാൻ വെച്ച സ്ഥലം സുൽത്താൻ വാങ്ങാനിരിട്ടുണ്ട്. പാവം, ആ അറബി നാട്ടിൽ കിടക്കണ എന്റെ ബാപ്പാനെ സുൽത്താൻ സുൽത്താൻ എന്ന് വിളിച്ച് കളിയാക്കണ എന്തിനാ? ബാപ്പ വന്ന് കച്ചവടം നടന്ന സഫിയാന്റെ കല്യാണം നല്ല ജോറായിട്ട് നടത്താമല്ലോ. നീ ആ പെണ്ണിനെ സ്നേഹിച്ച് വഷളാക്കുന്നുണ്ട്. ഒന്നും ഇല്ലാത്ത കുട്ടിയാ. ഇക്കുറി ബാപ്പ വരുമ്പോ എന്നെയും കൂടി ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു ചോദിച്ചു നോക്കണം. ഓ, വല്ലതും പറഞ്ഞോ? എന്താ ഇപ്പോ പുതിയ ഓരോ തോന്നല്? എത്രയെന്ന് വെച്ചാ കുട്ട, ഒരു ജോലിയും വരുമാനം ഒന്നും ഇല്ലാതെ ഇങ്ങനെ? ഇത് ഭയങ്കര ബോറാ. ജോലി കിട്ടാഞ്ഞിട്ടല്ലോ. ബാപ്പയും മോനും കൂടെ തറവാടിന്റെ മഹിമയും പറഞ്ഞ് വേണ്ടെന്ന് വെച്ചല്ലേ. ട്രാൻസ്പോർട്ട് ബസിന്റെ കമ്പിയിൽ തൂങ്ങി കണ്ടക്ടർ പണിയെടുക്കുന്നത് തറവാടിന്റെ മാനക്കേടാണെന്ന് പറഞ്ഞു. ചെറുപ്പം മുതലേ ബാപ്പാനെ ധിക്കരിച്ച് ഒരു വാക്ക് പറഞ്ഞ് ചിരിച്ചിട്ടില്ല. ഗൾഫിൽ പോണ കാര്യമൊന്നും പറയരുത്, എനിക്കിഷ്ടമല്ല. അപ്പൊ ഞാനൊരു ജോലിയില്ലാതെ എന്നും ഇങ്ങനെ? അതൊക്കെ ഉണ്ടായിക്കോളും. തൽക്കാലം ബാപ്പാനെ അനുസരിച്ച് തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് ഉള്ള പുട്ടും കടലയൊക്കെ തിന്ന് ഇങ്ങനെ ജീവിച്ചു പോയാ മതി കേട്ടോ. കണ്ടപ്പോ ഒന്ന് നിർത്തിയെന്ന് മാത്രം. പോട്ടെ. കാരണവന്മാര് തമ്മിൽ പറഞ്ഞുറപ്പിച്ച നമ്മുടെ വിവാഹം ആണല്ലോ. കല്യാണത്തിന് മുമ്പ് ഒന്ന് കണ്ട് രണ്ടു വാക്ക് സംസാരിച്ചു എന്ന് വെച്ച് മാന ഇടിഞ്ഞു വീഴുവോ? സഫിയ, പോന്നിട്ട് എത്ര നേരം ഇവിടെ ഇരിക്കാ? പിന്നെ നസീമാന്റെ ബാപ്പ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. സഫിയ, ഇതാരാ? ഇവളുടെ വാപ്പാന്റെ ഒരു പരിചയക്കാരനാ. എന്നെ പോട്ടെ പോട്ടെ. നോൺസെൻസ്.
സമയം ഞാൻ പോണു. ഉം. നേരെ എത്രയായി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു? ഒരു കാര്യത്തിന് പറഞ്ഞയച്ചാ എന്തല്ലോ. അത് ഞാൻ ഇക്കാക്ക വരുന്നവരും മെമ്പറോട് പറഞ്ഞ് വലിയത്ത് പോയി നസീമോട് മുളകും വല്ലിയും പൊടിപ്പിച്ച്. വലിയകത്ത് പോവാൻ എന്നോട് ഞാൻ പറഞ്ഞു അബ്ദു. നസീമാനെ കെട്ടിച്ച തറവാടല്ലേ, കാറെടുത്ത് ഡ്രൈവറിനെ പറഞ്ഞയക്കൂലായിരുന്നോ ഞാന്? ഓരോ പണി ചെയ്യണത്. ദേഷ്യം പിടിച്ചിരിക്കണേ. ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഷക്കിലാന്റെ ഒപ്പം. വേണ്ട, സഹിച്ചു, ഒരുപാട് സഹിച്ചു. എന്റെ കെട്ടിയനാന്നും പറഞ്ഞ് ഇനി ഈ മുറി വരരുത്. ഒരുവൻ